പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ PNC MAC ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, ഇതുമായെല്ലാം ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികളാണ് കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. കൂടാതെ ഈ വർഷം മുതൽ ആദ്യമായിട്ട് ഫിസിയോതെറാപ്പി ഗവൺമെൻറ് കോളേജിൽ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ CPAS അഡ്മിഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതുമായെല്ലാം ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡീറ്റെയിൽസുകളാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. PNC MAC വെബ്സൈറ്റ് വഴി BSc നഴ്സിംഗ് അഡ്മിഷന് വേണ്ടിയുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ പ്രസിദ്ധീകരിച്ചതാണ്. എന്നായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക എന്നതുമായി ബന്ധപ്പെട്ട് PNC MAC ഓഫീസുമായി ഇന്ന് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ അറിയിച്ചത് ഈ ഒരു വീക്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതല്ല, അത് നെക്സ്റ്റ് വീക്കിലായിരിക്കും വരിക എന്നാണ് PNC MAC ഓഫീസിൽ നിന്ന് ഫോൺ വഴി അറിയിച്ചിട്ടുള്ള കാര്യം. അലോട്ട്മെൻറ്റ് വന്നാൽ എത്രയും പെട്ടെന്ന് ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അഡ്മിഷൻ ഡീറ്റെയിൽസ്, ഇതുമായെല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി LBSൻ്റെ അടുത്ത ഘട്ടം ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ്, അതായത് ഏതൊക്കെ കോളേജുകളാണ്, എത്ര സീറ്റുകളാണ് അവിടെയുള്ളത് എന്നീ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു ലിസ്റ്റ് ഗവൺമെൻറ്റിൽ നിന്ന് LBSന് ലഭിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനാണ് ഈ ഒരു ലിസ്റ്റ് LBSന് കൈമാറേണ്ടത്. അതായത് നിലവിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കോളേജുകളിൽ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയ ശേഷം അവിടെ അഡ്മിഷൻ നടത്താനുള്ള സൗകര്യമുണ്ടോ, ടീച്ചേഴ്സ് ഉണ്ടോ, ഫെസിലിറ്റി ഉണ്ടോ എന്നീ കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെട്ടതിന് ശേഷമാണ് കോളേജുകളിൽ ഓരോ വർഷവും അഡ്മിഷൻ നടത്തപ്പെടുന്നത്. ഈ ഒരു പരിശോധന ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ആ ഒരു ലിസ്റ്റ് ഇതുവരെയും LBSന് കൈമാറപ്പെട്ടിട്ടില്ല. LBSന് അത് ലഭിച്ചാൽ ഉടൻ തന്നെ വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ആ ഒരു PDF ഫയൽ ലഭ്യമാക്കുന്നതായിരിക്കും. ഏതൊക്കെ കോളേജുകളാണ്, എത്ര സീറ്റുകളാണ് ഉള്ളത് എന്നത് കൃത്യമായിട്ട് അത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ ആ ഒരു ലിസ്റ്റ് LBSന് കൈമാറി ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നിലവിൽ കേരളത്തിൽ ആരംഭിച്ചിട്ടില്ല. നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം 12 വരെ, ഈ മാസം 12 വരെയുണ്ട്. അതിനുശേഷമാണ് കേരളത്തിലെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുക. പിന്നീട് അതിനുശേഷം MBBS BDS ഉൾപ്പെടെ 13ഓളം കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റുകളും നടത്തപ്പെടുന്നതായിരിക്കും. എന്നാൽ അതിലേക്കുള്ള അഡ്മിഷൻ നടത്താതെ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടത്തപ്പെടുകയാണ് എങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ അതിലുള്ളത് ഇതിൽ ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾ മാത്രം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടിലുമുള്ളത് ഏറെക്കുറെ ഒരേ വിദ്യാർത്ഥികൾ തന്നെയായിരിക്കും. അതുകൊണ്ട് അർഹരായ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകളിലും അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയാണ് LBSൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വൈകുന്നത് എന്നാണ് കണക്കാക്കുന്നത്. എന്നിരുന്നാലും കോളേജ് കോഴ്സ് ലിസ്റ്റ് വന്നതിന് ശേഷം ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് നെക്സ്റ്റ് വീക്ക് അവസാനത്തോടു കൂടി ലഭിച്ചേക്കാം എന്നും കണക്കാക്കുന്നുണ്ട്. കാരണം ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ഏകദേശം ഒരു വീക്കോളം വിദ്യാർത്ഥികൾക്ക് സാധാരണ വർഷങ്ങളിൽ നൽകാറുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും സ്വന്തമായിട്ട് മൊബൈലിൽ തന്നെ ഓപ്ഷൻ നൽകാൻ സഹായിക്കുന്ന, എങ്ങനെയാണ് കൃത്യമായിട്ട് ഓപ്ഷൻ നൽകേണ്ടത്, റാങ്ക് കൂടിയവരും കുറഞ്ഞവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിക്കപ്പെടുന്ന ലൈവ് ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇനി അടുത്തത് ഫിസിയോതെറാപ്പി. കേരളത്തിൽ 400ഓളം BPT ഫിസിയോതെറാപ്പി സീറ്റുകളാണ് ഉള്ളത്. LBS വഴി അഡ്മിഷൻ നടത്തപ്പെടുന്നത്. പക്ഷേ അതെല്ലാം സെൽഫ് ഫിനാൻസ് കോളേജുകളിലാണ് ഉള്ളത്. ഏകദേശം 1 ലക്ഷത്തോളം ഫീസ് ഓരോ വർഷവും നൽകേണ്ടി വരുന്നതാണ്. എന്നാൽ ഈ വർഷം മുതൽ കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഈ വർഷം മുതൽ ഫിസിയോതെറാപ്പി കോഴ്സ് പുതിയതായിട്ട് ആരംഭിക്കുന്നുണ്ട്. 30 സീറ്റുകളാണ് ഈ വർഷം ഉണ്ടാവുക. ഈ ഒരു കോഴ്സിന് ആ കോളേജിൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ അംഗീകാരം, അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയാണ് എങ്കിൽ ഒരു 22,000, 3,000, 23,000 രൂപയൊക്കെയാണ് ആകെ ഒരു വർഷത്തേക്ക് ഫീസ് വരിക. ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ ആ ഫീസും നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി അവസാനമായി CPAS അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. CPAS വെബ്സൈറ്റ് വഴി BSc നഴ്സിംഗ്, MLT, ഫിസിയോതെറാപ്പി, BPharm തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ 3 ദിവസങ്ങളിലായിട്ടാണ് നടത്തപ്പെടുന്നത്. ഓഗസ്റ്റ് 14, 19, 21 എന്നീ ഡേറ്റുകളിലായിരിക്കും റാങ്കിൽ മുന്നിലുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയുള്ള
കൗൺസിലിംഗ് മെമ്മോ അവരുടെ മെയിൽ ഐ ഡിയിലേക്കും അതുപോലെ തന്നെ വെബ്സൈറ്റ് ലോഗിൻ വഴിയും ലഭ്യമാക്കപ്പെടുന്നതായിരിക്കും. അതുമായിട്ടാണ് നിങ്ങൾ അഡ്മിഷനായിട്ട് പോകേണ്ടത്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി പരിശോധിക്കുക. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സാധ്യമാകുന്ന ഏറ്റവും പുതിയ ഡീറ്റെയിൽസുകൾ ഈ ഒരു ചാനൽ വഴിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.